ഇതെന്താ സംഭവം എന്താണ്? കടല എന്താ ഇതുകളെ കടങ്ങ പുഴുങ്ങിയത് മസാല ഇട്ടുകൊണ്ടേ അങ്ങനെ വലിച്ചു കൊണ്ടുപോകണ്ടല്ലോ. ഷിതുമോന് ഉറക്കപ്പിരാന്തിലാട്ടോ. എന്നാലും ക്യാമറ കണ്ടാ ടാറ്റതില്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം പോയി വന്നിട്ട് ഇപ്പോൾ ഒരു മാസമൊക്കെ ആവാനായിട്ടോ. ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതാ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവാണ്. വിഷുവായിട്ട് ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചുണ്ട് എല്ലാവരും. ഊട്ടിരെ കഥ അവിടുന്നാണ് ഈ പൊട്ടിച്ചുള്ളതില്ലേ കള്ളന്മാരെ. അപ്പം രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പടക്കം പൊട്ടിയായിരുന്നു. അപ്പം നമ്മളുടെ അടുത്തുനിന്ന് തന്നെയാണ് നപ്പള മനസ്സിലായത് കേട്ടോ. അപ്പം നമ്മളിതാ സുബൈ ടൈമിലാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഈ ടൈമിലുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെയിലൊക്കെ ആവണതിൻ്റെ മുന്നേ തന്നെ നമ്മൾ രാത്രി അതുപോലെ തന്നെ രാവിലെ അത്താഴ ടൈമിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു എനർജിയാണ്, ക്ഷീണമൊന്നും വരില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിലൊക്കെ പറയണേ. അപ്പോൾ അതാ ഷിതുമോന് ഉറക്കത്തിൻ്റെ പിരാന്തിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉറക്കമൊക്കെ ഏകദേശം വിട്ടിട്ടുണ്ട്. അതിൻ്റെ മന്ദപ്പുണ്ട്. എന്നാലും സുനൊക്കെ അതാ നല്ല ഉഷാറിലിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലോങ് പോവുകയാണെങ്കിലൊക്കെ ഛർദിൻ്റെ ഗുളിക ഒരു പകുതിയൊക്കെ ആയിട്ട് കുടിക്കലുണ്ട്. ഫുള്ള് കഴിച്ചാൽ ഉറക്കം വരും കേട്ടോ. അങ്ങനെ അതാ നമ്മൾ വൈക്കടവ് തോന്നുന്നു കേട്ടോ. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഈ കടൻ്റെ മുന്നേ ഫുള്ള് കാലിയല്ലേ. നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോൾ കണ്ടുകൊണ്ടിട്ടോ. അപ്പോൾ അതാ നമ്മൾ എന്താ പറയുക, ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചത്. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുഡ് കിട്ടൂല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല ഫുഡ് കഴിക്കാം കേട്ടോ. ഒരു പൊറോട്ട എടുത്തോന്നിട്ടാ. മുട്ടക്കറി ഇതൊക്കെ പാടെ തിന്ന് കഴിയും. ഇതങ്ങോട്ട് ചാണി അങ്ങോട്ട് ചാണി മുട്ടേ. അങ്ങനെ നമ്മൾ പൊറോട്ടയും വെള്ളപ്പം അതുപോലെ നൂലപ്പം പിന്നെ മുട്ടക്കറി അതുപോലെ മുട്ട റോസ്റ്റും ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഇവിടുന്ന് വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കയറിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അകത്ത് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അകത്തും സീറ്റ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. പിന്നെ സുനു ഞാനും സീറ്റ് മാറിയിരിക്കും കേട്ടോ. കുറച്ച് നേരം ഒരാൾ ഫ്രണ്ടിലാണെങ്കിൽ പിന്നെ ഒരാൾ ഫ്രണ്ടിൽ അങ്ങനെ മാറിയിരിക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ ചൂടായിട്ട് ഊട്ടിക്ക് പോവാണ് എന്നാണ് പറഞ്ഞത് ഷിതുമോനോട്. അവിടെ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ ഷിതുമോനക്ക് ഭയങ്കര സംശയങ്ങളാട്ടോ. ആകാശം ആ തലക്ക കാണുമ്പോഴേ എന്താ പറയുക, അവിടെ ആ കാണുന്നതാണോ തണുപ്പ്, അവിടെയാണോ മഞ്ഞ്, അത് ഐസാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് ഇതാ വണ്ടിയിലെ പാട്ട് കേട്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ. ഇപ്പോൾ കുറേയൊക്കെ ആക്റ്റീവായി. അപ്പോൾ നമ്മളെ വണ്ടിയിലത്തെ പാട്ടിനനുസരിച്ചുള്ള സ്റ്റെപ്പാണ് കേട്ടോ ഈ കളിക്കണതൊക്കെ. വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ പാട്ട് ഇതിൽ വരാൻ പറ്റില്ല, കോപ്പറേറ്റ് വരുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ചുരം കയറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നല്ല വെയിലത്തു നിന്നാണല്ലോ പോയത്. അപ്പോൾ ഈ പച്ചപ്പ് ഇങ്ങനെ കാണുമ്പോൾ, ഈ പ്രകൃതി ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ. വെയിലുണ്ടെങ്കിലും നമുക്ക് വലിയ ചൂടൊന്നും അങ്ങനെ തോന്നണില്ല.
അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ കുരങ്ങനെ കണ്ടുട്ടോ. ആ കുരങ്ങനെ കണ്ടപ്പോൾ ചെയ്തുമ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബന്നുണ്ട്, തേങ്ങാ ബന്ന്. അത് അതിന് കൊടുക്കന്നെ വേണം കേട്ടോ. അത് പാവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭക്ഷണമൊന്നും കിട്ടൂല അറിയാണ്ട് എന്നിട്ട് അവനത് ഇട്ട് കൊടുത്തു. എന്നിട്ട് പറയണേ ഇനി മങ്കിക്ക് നല്ല മസിലുണ്ടാവും, പുലിയൊക്കെ വരുമ്പോൾ പുലിനൊക്കെ മാന്താനിയത്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യേണ്ടി. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടി വാങ്ങിയതാട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഉറങ്ങാൻ കൊടുക്കണേ. എന്തുണ്ടാവുക? പുലിനെ പൂക്കളൊക്കെ വണ്ടിയൊക്കെ നിർത്തതിനിപ്പോ എന്താ? മൈസൂരിക്കൊന്നും പോണില്ല, കിട്ടും ഭ്രാന്താ. അങ്ങനെ നമ്മൾ മസനഗുഡി കൂടിയാണ് ഊട്ടിയിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ റോട്ടിന് തിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണണതൊക്കെ. അപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഫ്ലവറിൻ്റെ കളർ കാണാൻ. അപ്പോൾ ഇവിടെ എത്തിയിട്ട് എല്ലാവരും വണ്ടി ഇറങ്ങിയാണ്ട് റീൽസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അത്ര ഭംഗിയുണ്ട് ഈ ഭാഗം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇവിടുത്തെ അധിക മരങ്ങളിലും ഇലകളൊന്നുമില്ല കേട്ടോ, ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാക്കണു ഒരു മഞ്ഞ കളർ പൂവില്ലേ, നല്ല അടിപൊളി ഒരു മരം കേട്ടോ. ഇപ്പോൾ നമ്മൾ മസനഗുഡി ജംഗ്ഷനിൽ കൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരുമില്ലേ? എപ്പോഴും ഫോട്ടോ അപ്പാടി കൂടി ഇങ്ങനെ വന്നിട്ട് മുള്ളി വൈ ഇങ്ങനെ ചാടിയിട്ട് ശരിയാക്കി കാണില്ല. പൂപ്പത്ത് അത്രയും പ്രശ്നമുണ്ടായിട്ട് എനിക്ക് ഭക്ഷണം തുടങ്ങും. അപ്പോൾ ഇനി സിദ്ധിയാക്കു നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല വെള്ളക്കുപ്പി വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അതുപോലെ എന്തെങ്കിലും പാക്കറ്റ് ഐറ്റംസ് കഴിക്കാനുള്ളതും വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് 1 ലിറ്ററിൻ്റെ വാട്ടറിൻ്റെ ബോട്ടിലൊന്നും കിട്ടൂല.
ചുരുങ്ങിയത് 5 ലിറ്ററിൻ്റെ ഒക്കെ നമ്മൾ വാങ്ങിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെ പോകുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ വണ്ടി ഒന്നും പോകുന്നത് തന്നെ അറിയണില്ല, കാരണം നല്ല റോഡുമാണ്, അതുപോലെ തന്നെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല വൈബാണ് കേട്ടോ. അങ്ങനെ റീൽസിലൊക്കെ പറയുന്നത് പോലെ ഞങ്ങളും മസനഗുഡി വഴി ഊട്ടിയിലോട്ടൊരു യാത്ര പോവുകയാണ് കേട്ടോ. ഈ ഭാഗത്താണ് തോന്നുന്നുണ്ട് അധികം റീൽസിൽ നമ്മൾ കാണാറുണ്ടല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിങ്ങാണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ മൈനകളുണ്ട് കേട്ടോ, 2 മൈനകളുണ്ട്. പണ്ട് മദ്രസിലൊക്കെ പഠിക്കുമ്പോൾ ഒറ്റ മൈനനെ കണ്ടാൽ വിഷമാവും, 2 മൈനകളെ കണ്ടാൽ ഭയങ്കര ഹാപ്പി ആവും എന്നൊക്കെ പറയണത് കേൾക്കാം. നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം തണുപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ചൂടുള്ള ചായനെ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി അത് പതുക്കെ ചൂടായിട്ട് കുടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നന്നായി കൃഷി ചെയ്യുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ കൃഷികളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ മണ്ണൊക്കെ നന്നായി ഇളക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ വളമകളൊക്കെ ഇട്ട് കൊടുക്കുന്ന ടൈമാണെന്ന് തോന്നുന്നുണ്ട്. ഇവരെ വണ്ടിയിൽ ഒരുപാട് വളമകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കാണുന്നതൊക്കെ വീടുകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോന്നു കേട്ടോ. പക്ഷെ ഇതുപോലെ ഇതാ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ, ഭയങ്കര കളിയിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ വഴി നല്ല ബ്ലോക്ക് ഉണ്ട്. പെരുന്നാൾ കഴിയാൻ കാത്തിക്കായിരുന്നല്ലോ എല്ലാവരും ഒന്ന് ടൂർ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഊട്ടിയിൽ തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് തണുപ്പുള്ളത് കൊണ്ട് അങ്ങനെ ഒരു വെറുപ്പ് തോന്നില്ല. അപ്പോൾ ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ കുറച്ചങ്ങ് മാറിയിട്ടാണ് വണ്ടി പാർക്കിങ്ങൊക്കെ. അപ്പോൾ ഇനി നമുക്കത് പാർക്ക് ചെയ്ത് വരാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഉച്ച ടൈം ആയിട്ടുണ്ട്, ഒരു 12 മണി 12:30 ആ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുന്നത്. സിദ്ധിയാക്ക് അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ.
സിദ്ധ്യാക്കു ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ സാദാ ചോറുമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല ഫുഡായാൽ മതിയായിരുന്നു എന്നാണ് കേട്ടോ പോയി പറയണത്. ഇല്ലെങ്കിൽ ഇനി നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാം, അതാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. ഫുഡിന് വെയിറ്റ് ചെയ്യണം, ചുണ്ടൊക്കെ ഉണങ്ങിക്കൊണ്ട് പൊഞ്ഞേ വിശക്കണ്ട. അങ്ങനെ നമ്മൾ ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷിതുമോനാണെങ്കിലൊക്കെ ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡ് ഉഷാറായില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിദ്ധിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്നൊക്കെ. ഇതിലേക്ക് അവർ ഒരു തൈരുമാണ് തരിക, പിന്നെ അതുപോലെ എന്തോ ഒരു കുറച്ച് കറിയുമാണ് തരിക. തൈരിൽ ഉപ്പ് അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ കണ്ടോളിട്ടോ, നമ്മളുടെ ചോറ് ഇതാണ് കറിയും കുറച്ച് തൈരും തരും. ഈ ചോറ് കുറച്ച് മിക്സ് ആക്കണേക്ക് ബിരിയാണി ബിരിയാണിയാണ്. നല്ല തട്ടിക്കോളി അത് തിന്ന് തീരാറുണ്ട് കഴിക്കട്ടോ. ഫുള്ളാക്കി ശിതുമോനെ. സുനു ആ ചോറ് കുറച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടുത്തെ ഫുഡുകൾ. നമ്മളെ മലയാളീസിനൊന്നും ഇങ്ങനത്തെ ഫുഡൊന്നും വല്ലാതെ പറ്റില്ല. പിന്നെ ഈ പൊന്നരി ബിരിയാണി അരി അതുകൊണ്ടുള്ള വെറും ചോറൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. പക്ഷെ ഇതുപോലൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പോകുന്നു. ഇനി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്തോട്ടാട്ടോ ഞങ്ങൾ പോകാൻ നിൽക്കുന്നത്. അങ്ങനെ അതാ ഒരു പൊട്ടാറ്റോ ടൊർണാഡോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് കഴിച്ചിട്ടില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇതൊന്ന് കഴിക്കാൻ വിചാരിച്ച് അതും ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മൾ അത് കഴിച്ചിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരിക്കും ബാത്റൂമുകള്. നാളെ കയറി ഓർമ്മ എനിക്ക് ബീച്ച് വണ്ടി അവിടുന്ന് എന്താ പൊന്നു. അപ്പോൾ ടൂർ വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ അത്യാവശ്യം കുറച്ചൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിദ്ധ്യാക്കും സൂനും ഷിതുമോനൊക്കെ ഒരു സീറ്റ് കിട്ടിയപ്പോൾ വേഗം അവിടെ പോയി റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല അടിപൊളി വെറൈറ്റി ഫ്ലവറുകളുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല കേട്ടോ പറഞ്ഞുതരാൻ. അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ട് ആസ്വദിച്ചോളി.
അപ്പോൾ ഇവിടെ ഒരാൾ കഷ്ടപ്പെട്ട് എൻ്റെ ബാഗ് ഇടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഫ്ലവർ ഉണ്ടാവാനുള്ളതാണ് കേട്ടോ. ഇതൊക്കെ മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതിലൊന്നും ഫ്ലവർ ഉണ്ടായി തുടങ്ങണതേ ഉള്ളൂ. ശിവനായിട്ട് കിടക്കാനില്ല അവിടെ ഇരുത്തി വിളിച്ച് അപ്പോൾ അതാ ശിതുമോനൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. എനിക്ക് ഇവിടെയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളായിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്കും സന്തോഷമാണ്, അതുപോലെ തന്നെ നമുക്കും തന്നെ ഒരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇതാ ശിതുമോന് വീണ്ടും ഒരു കുരങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് കന്നാലും ചെന്തട്ടോ.
അങ്ങോട്ട് പറ്റൂല. അപ്പം അങ്ങനെ ഇനി ഇതാ നമുക്ക് ഈ ഭാഗം കൂടിയും കാണാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണേ. ഗൈസ് ഞങ്ങൾ പോവാണേ. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റും പോപ്കോണും ഒക്കെ വാങ്ങിച്ചിട്ടോ. അതേപോലെ കുട്ടികൾക്ക് കുറച്ച് ടോയ്സ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അവിടുന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഫുള്ളാണ്, എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോന്നു. അപ്പോൾ അതാ റോഡിലത്തെ അവസ്ഥ ഇതാണ് കേട്ടോ, ഫുള്ള് ബ്ലോക്കാണ്. സംഭവം നാട് മുഴുവൻ ചൂട് കൊണ്ട് ഇളകിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഊട്ടിയിൽ ഇത്ര തിരക്ക്. പെരുന്നാളും നോമ്പൊക്കെ കഴിയാൻ വേണ്ടി കാത്തിക്കാണ് എല്ലാവരും. അത്രക്ക് തിരക്കും ബ്ലോക്കൊക്കെയാണ് കേട്ടോ. പിന്നെ തണുപ്പായതുകൊണ്ട് അത്ര വലിയ ക്ഷീണം ബോറൊന്നും തോന്നിയില്ല. വലിച്ചുകൊണ്ടുണ്ടല്ലോ. ഇതെന്താ സംഭവം? എന്താണ് കടലെന്താ ഇത് കടങ്ങ പൊഴിഞ്ഞത് മസാല ഇട്ടുകൊണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചേർത്തുമ്പോൾ തന്നെ വീണ്ടും ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ടോ ഇങ്ങോട്ട് വീണ്ടും പോരുകയാണ്. അപ്പോൾ അത് വീണ്ടും ബ്ലോക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ വീടുകളാണ് കേട്ടോ. നമ്മൾ ചുരത്തിൻ്റെ മുകളിലാണല്ലോ, താഴത്തോട്ട് അങ്ങോട്ട് എത്തണമെങ്കിൽ. പിന്നെ അതാ ഒരു ട്രാവലർ മറിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയോ എന്താ എന്നും അറിയില്ല. അപ്പോളേ ചേട്ടമ്മേ ഒരു ട്രാവലർ മറിഞ്ഞ് കണ്ണീനോ, അത് എങ്ങനെ പറഞ്ഞാൽ അറിയില്ല. അതിൻ്റെ ഗ്യാസ് കുറ്റിയൊക്കെ പുറത്തേക്ക് വന്നിക്കണോ. അങ്ങനെ ഞാൻ വോയിസ് കൊടുക്കുന്നിടത്ത് ഷിതുമോനുണ്ട്. അപ്പോൾ അവനക്കൊന്ന് വോയിസ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ വിട്ടതാണ് കേട്ടോ ഈ വോയിസ്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ചുരക്കറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊക്കെ നാട്ടിലെത്തി. നിലമ്പൂർ ആ ഭാഗത്ത് എത്തിയിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. രാത്രി 1 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഷിതുമോനെ ഉണർത്തുകയാണ് കേട്ടോ. അവൻ നല്ല ചിക്കടത്തില്ല സുനു, ചിക്കടത്തില്ലേ ചോദിക്കുക. അപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് ഇവിടെ നിന്നാട്ടോ നമ്മൾ ശരിക്കും ഒന്ന് ഫുഡ് കഴിക്കണത്. ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളത്. ഈ ക്യാരറ്റ് നമ്മൾ അവിടുന്ന് ഫ്രഷ് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്